ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 1/2 kg അളവിലുള്ള ഒരു ഫെറാറോ റോഷർ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടേസ്റ്റിലും കേമനാണ്, വിലയിലും കേമനായിട്ടുള്ളൊരു കേക്കാണ് ഈ ഒരു ഫെറാറോ റോഷർ കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് കണ്ടോ. ഇതിന് മുന്നേ ആയിട്ട് ഞാൻ 1 kg അളവിലുള്ള ഫെറാറോ റോഷർ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ എത്രയാണോ കോൺഫ്ലോർ ചേർക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കൊക്കോ പൗഡറും ആഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല ഡാർക്കിലുള്ള കൊക്കോ പൗഡർ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഏത് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യാറെന്ന്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള കൊക്കോ പൗഡറാണ് കേട്ടോ. അപ്പോൾ ക്രസ്റ്റ് ക്രംസിൻ്റെ കൊക്കോ പൗഡർ അതും നല്ല ഡാർക്കിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തതിന് ശേഷം ആ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ പൊടികളും നന്നായിട്ട് തന്നെ കമ്പൈൻ ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുത്താലും മതി കേട്ടോ. ഇതവിടെ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം റെഡിയാക്കി എടുക്കുക കേട്ടോ എപ്പോഴും. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കുക, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു കേക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ സ്പോഞ്ച്, അതിൽ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഇതിൽ ഉള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് 40 സെക്കൻഡ് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്തിട്ട് അത് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ പൊടിക്കാതെ ചേർക്കുമ്പോൾ കേക്കിൻ്റെ അടിയിൽ വന്ന് കിടക്കുന്നതെന്നൊക്കെ. അങ്ങനെയുള്ളവർ എന്തായാലും പൊടിച്ചിട്ട് തന്നെ ചേർക്കുക കേട്ടോ. 1/2 കപ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത തന്നെ ഒരു ന്യൂട്ടലിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണ് ന്യൂട്ടല്ല അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യേണ്ട, അപ്പോൾ ബാറ്ററി ലൂസായി പോവും. ഓയിൽ ചേർത്തിട്ട് ഓവർ ബീറ്റ് ചെയ്താലാണ് കേട്ടോ ബാറ്ററി ലൂസായി പോകുക. അല്ലാതെ മുട്ട ഒരുപാട് ബീറ്റ് ചെയ്ത് ബാറ്ററി ലൂസാവില്ല. പക്ഷേ ഓയിൽ ചേർത്ത ശേഷം ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത്. എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. സ്പീഡിൽ ചെയ്യേണ്ട, സാവധാനം ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള. 1/2 kg അളവല്ലേ. അപ്പോൾ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നല്ല റിബൺ കൺസിസ്റ്റൻസിയിലാവണം നമ്മുടെ ബാറ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് മോൾഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കണം. അത് ഞാൻ കാണിക്കാൻ വിട്ടു പോയതാണ്. അത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഡ്രിങ് വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാൻ മറക്കരുത്. എന്നിട്ടൊരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ന്യൂട്ടല്ല കൂടെ ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂൺ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു ക്രീമിന് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ന്യൂട്ടലിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഹാസൽനട്ട് വേണം. അപ്പോൾ ഹാസൽനട്ട് ഞാൻ കുറച്ച് മൈക്രോവേവിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്ന് ഞാൻ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ടെന്ന്.
അപ്പോൾ കേക്കൊക്കെ ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു ബേസായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്രീം അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാനിവിടെ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ന്യൂട്ടല്ല ആഡ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ക്രീം ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീമിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ന്യൂട്ടല്ലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ടേസ്റ്റ് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ഇതിൽ അധികം ചേർക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റ് കൂടും. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ കുറച്ച് ന്യൂട്ടല്ല കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹാസൽനട്ട് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ലെയറിലും ഇങ്ങനെ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും ഹാസൽനട്ടിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെച്ച് അതും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് തേർഡ് ലെയറും വെക്കുക. എന്നിട്ട് ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുക. അങ്ങനെ ക്രം കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ക്രംസ് ഒന്നും എന്താ പറയുക ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളെ കൊണ്ട് കഴിയണ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. ആദ്യം മുകളിലാണ് കേട്ടോ ഞാൻ എപ്പോഴും ക്രീം അപ്ലൈ ചെയ്യാറ്. നമുക്ക് ഏതാണ് കംഫർട്ടായ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നല്ല ഷാർപ്പ് എഡ്ജ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഷാർപ്പ് എഡ്ജ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ അതൊന്ന് നല്ല ഷാർപ്പാക്കിയിട്ട് ഫിനിഷാക്കി എടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം വേണം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 3/4 കപ്പ് ചോക്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണ് ക്രീമും ചേർത്തിട്ട് ഗനാഷ് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഹാസൽനട്ടിൻ്റെ പൊടി ബാക്കി ഉണ്ടായത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി, റിച്ച്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്ത ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്നും ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫെറാറോ റോഷർ ചോക്ലേറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് റേറ്റ് കൂടുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം കേട്ടോ, ലാസ്റ്റ് വരെ ഒന്ന് കാണുക. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഫെറാറോ റോഷർ ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഈ ചോക്ലേറ്റ് 3 ഒരു പാക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 99 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ 1 kg കേക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ 3 വെച്ച് കൊടുക്കും. 2 തൊലിക്കാതെയും 1 തൊലിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗോൾഡൻ കളർ കൂടെ വരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഷുഗർ ബോൾസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതുപോലെയാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് റേറ്റ് വരുന്നത് ഞാൻ 1 kgക്ക് 1200, 1100 ആ റേഞ്ചിലാണ് കേക്കിന് റേറ്റ് എടുക്കാറ്. അപ്പോൾ ഇതിന് ഞാൻ 600 രൂപയാണ് കേട്ടോ റേറ്റ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പർ റേറ്റ് 60 രൂപയാണ്. ടോട്ടൽ 660 രൂപയാണ് ഈ ഒരു കേക്കിന് റേറ്റ് വരുന്നത്. പിന്നെ ബോക്സ് ഇതുപോലെയാണ്, 45 രൂപയുടെ ഒരു ബോക്സാണ് കേട്ടോ. ഈ ഒരു ബോക്സ് ഇങ്ങനെ ഒരു ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്